ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ ഷേപ്പിലുള്ള ഒരു ഫ്ലവർ വേസ് ആണ് ഞാൻ നിർമ്മിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഈ ഷേപ്പിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള 2 പീസുകൾ എടുത്തിട്ടുണ്ട്. വലതുഭാഗത്ത് വരുന്നതാണ് ബേസ് പോർഷൻ. ഞാനത് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് അളവുകളൊന്നും എടുക്കാതെയാണ്. ഞാനിവിടെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം എടുത്ത ഷേപ്പിൻ്റെ ബേസിൻ്റെ ആ വീതിയാണ് ഈ റെക്റ്റാങ്കിളിൻ്റെ നീളം എടുത്തിരിക്കുന്നത്. അതിനെക്കാട്ടിയും കുറച്ചുകൂടെ അളവ് കുറച്ചിട്ട് വീതിയും എടുത്തിരിക്കുന്നു. ഈ പീസുകൾ ആദ്യം മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് പരസ്പരം അങ്ങോട്ടേക്കാണ്. ഇവിടെയും ഇങ്ങനെ ഒരു പീസ് വെച്ച് അങ്ങോട്ടിക്കുന്നു. ഈ ഭാഗത്ത് ഒരു കുഞ്ഞു പീസ് വെച്ച് ആദ്യം അങ്ങോട്ടിക്കുകയാണ്. ആദ്യം എടുത്ത റെക്റ്റാങ്കിളിൻ്റെ അതേ വീതിക്ക് തന്നെ നീളത്തിലൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇത് അധികം കട്ടിയില്ലാത്തൊരു പീസാണ്, അതുകൊണ്ട് നമുക്കിത് വളച്ചോ തിരിച്ചോ ഒക്കെ ഒട്ടിക്കാനും സാധിക്കും. ആദ്യം നമുക്കിത് ഈ വശം കവർ ചെയ്ത് ഒട്ടിക്കാം. ഇവിടെയും മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഭാഗം അങ്ങനെ കംപ്ലീറ്റ് കവർ ചെയ്ത് ഒട്ടിച്ചു. അതുപോലെ തന്നെ കട്ടി കുറഞ്ഞൊരു പീസ് എടുത്തിട്ട് ഈ സൈഡും ഒട്ടിക്കുകയാണ്. ഇവിടെ പക്ഷേ ഞാൻ ഈ ലാസ്റ്റ് കുറച്ച് പോർഷൻ ഒട്ടിച്ചിട്ടില്ല. ഇതിപ്പോൾ ഓപ്പൺ ആയിട്ടിട്ടിരിക്കുകയാണ്. അതെന്തിനാണെന്ന് അത് ഉടനെ കാണിച്ചതില്ല. ഞാനിവിടെ വൈറ്റ് സിമെൻറ്റും വെള്ളവും കൂടെ ഒരു പേസ്റ്റ് പരുവത്തിൽ മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ ഓപ്പൺ ആക്കി വെച്ചിരുന്ന ആ ഒരു ഗ്യാപ്പിലൂടെ അതിൻ്റെ ബേസിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. കുറച്ച് വെയിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് 5-6 കല്ലുകളും കൂടെ ഇട്ട് അതിന് മുകളിലും കൂടെ വൈറ്റ് സിമെൻറ്റ് അങ്ങ് ഒഴിച്ചു കൊടുത്തിരിക്കുക. എന്തിനാണിപ്പോൾ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്ലവർ വേസിൻ്റെ ഒരു പ്രത്യേക ഷേപ്പ് കാരണം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ഫ്ലവർ വയ്ക്കുമ്പോഴത്തേക്ക് ചരിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട്. ഈ ബേസിൽ ഇപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇനി അങ്ങനെ ഉണ്ടാകുമെന്ന് പേടിക്കണ്ട. ഇതിപ്പോൾ ഒരു ദിവസത്തിന് ശേഷം എടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ വൈറ്റ് സിമെൻറ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓപ്പണിംഗ് കൂടെ അങ്ങ് ഒട്ടിച്ച് ക്ലോസ് ചെയ്തേക്കാം. ഇതിപ്പോൾ വൈറ്റ് സിമെൻറ്റ് തന്നെ ഉപയോഗിക്കണമെന്നില്ല, സാധാ സിമെൻ്റ് ആയാലും മതി. എൻ്റെ കയ്യിൽ വൈറ്റ് സിമെൻറ്റ് സ്റ്റോക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്തു. അങ്ങനെ ഈ സൈഡും അങ്ങ് കംപ്ലീറ്റ് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിലേക്കായിട്ട് ഞാൻ ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്കങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്ലവർ വേസിൻ്റെ ബേസിക് സ്ട്രക്ചർ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഇനി ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ന്യൂസ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫെവിക്കോളും വെള്ളവും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്തെടുത്തതാണ് ഇത് ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ പുറമേക്ക് കാണപ്പെടുന്ന എല്ലാ ഭാഗങ്ങളിലും ഒന്ന് പേപ്പർ ഒട്ടിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു ദിവസത്തിന് ശേഷം എടുത്തിരിക്കുന്നതാണ്. ഈ പേപ്പറെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. വൈറ്റ് സിമെൻറ്റും ഗ്ലൂവും വെള്ളവും കൂടെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് നമ്മുടെ സ്ട്രക്ചറിൽ കംപ്ലീറ്റ് ആയിട്ടങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതല്പം കട്ടി തന്നെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പം വൈറ്റ് സിമെൻ്റ് എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇത് പുട്ടി പൗഡറാണ്. വെള്ളവുമായിട്ട് മിക്സ് ചെയ്തൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുന്നു. സാധാരണ നമ്മൾ ഈ പെയിൻറ്റിങ്ങിന് മുമ്പ് ഉപയോഗിക്കുന്ന അതേ പുട്ടിയാണിത്. ഇതിൻ്റെ 1 കിലോ പാക്കറ്റിന് 40 രൂപയാണ് വില. ഇത് നമുക്കിനി നമ്മുടെ ഫ്ലവർ വേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും. അത്യാവശ്യം കനത്തിൽ തന്നെ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനേ.
ഞാനതിത് വൈറ്റ് സിമെൻറ്റ് മാത്രം ഉപയോഗിക്കാമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഈ പുട്ടിയുടെ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല എന്നുള്ളൊരു ബോധ്യം വന്നതുകൊണ്ട് പിന്നീട് പുട്ടി അപ്ലൈ ചെയ്യായിരുന്നു. ഇതിപ്പോൾ പുട്ടിയെല്ലാം നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രതലമൊക്കെ ഇപ്പം നല്ല പരുക്കനായിട്ടിരിക്കുകയാണ്. നമുക്കൊരു സാൻഡ് പേപ്പർ ഇട്ട് റബ്ബ് ചെയ്ത് ഇതെല്ലാം നല്ല സ്മൂത്താക്കി എടുക്കണം. അങ്ങനെ സാൻഡ് പേപ്പറൊക്കെ ഇട്ട് പിടിച്ചതിൻ്റെ പ്രതലമൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന് മുകളിലേക്ക് വൈറ്റ് ഇനാമൽ പെയിൻ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അക്രിലിക് പെയിൻറ്റിനെക്കാട്ടിലും നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇനാമൽ ഉപയോഗിക്കാമെന്ന് വെച്ചത്. അങ്ങനെ ഈ ഇനാമൽ പെയിൻ്റൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇനി ഏറ്റവും മുകളിലായിട്ട് ഒരു ഗോൾഡൻ ബോർഡർ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. കറക്റ്റ് ലെവൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പേപ്പർ ഒട്ടിച്ചിട്ടാണ് ഈ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്തിട്ട് ഒരു ഫിനിഷിങ് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ സ്പോഞ്ച് ഉപയോഗിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ ഇത്രയും ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ താഴെയും അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ താഴ്ഭാഗത്തും ഗോൾഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിലും അങ്ങ് ഗോൾഡ് കൊണ്ട് തന്നെ കവർ ചെയ്തെടുത്തു. ഞാൻ ഈ ഗോൾഡിനോട് ചേർന്നൊരു ബ്ലാക്ക് ലൈനും കൂടെ ഇട്ട് കൊടുത്തു. അതാകുമ്പോഴത്തേക്ക് ഗോൾഡ് കുറച്ചും കൂടെ ഒന്ന് എടുത്ത് കാണിക്കുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്ലവർ വേസിൻ്റെ വർക്ക് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഇത് വളരെ എളുപ്പമുള്ള ഒരു ക്രാഫ്റ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത്യാവശ്യം ജോലിയുള്ളൊരു വർക്ക് തന്നെയാണ്. പിന്നെ ഇതേപോലെയുള്ള വെറൈറ്റി ക്രാഫ്റ്റുകളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി വെക്കുമ്പോൾ അത് കണ്ടാരെങ്കിലും നല്ലതെന്ന് പറയുന്നത് കേൾക്കാൻ ഒരു സന്തോഷം. ഇങ്ങനെ ഒരു ഡിസൈൻ എനിക്ക് കിട്ടിയത് വളരെ അവിചാരിതമായിട്ടാണ്. ഞാനൊരു ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 കാർഡ്ബോർഡ് പീസുകൾ കട്ട് ചെയ്തെടുത്തപ്പോൾ അതിൻ്റെ ബാലൻസ് വന്ന പീസിൻ്റെ ഷേപ്പ് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു ഷേപ്പിൽ ഒരു ഫ്ലവർ വേസ് ചെയ്താലോ എന്ന് ആലോചിച്ചത്. അങ്ങനെ അതേ ഷേപ്പിലുള്ള വേറൊരു പീസും കൂടെ കട്ട് ചെയ്തെടുത്തു. ബാക്കിയൊക്കെ നിങ്ങളിപ്പോൾ കണ്ടതാണ്. ഈ വർക്ക് ഞാൻ ഏകദേശം 1 മാസം മുമ്പേ കംപ്ലീറ്റ് ചെയ്തതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ബോട്ടിൽ ക്രാഫ്റ്റ് ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല. അത് നമ്മുടെ ഈ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഇറക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഈ കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്യണേ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ആളെന്ന ബട്ടണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.